കണ്ണാ നിന്റെ വിഷമമൊന്നും ഇതുവരെ മാറിയില്ലേ? അമ്മ വരുമോ ശംഭുച്ചേട്ടാ? അപ്പച്ചി വരുമായിരിക്കും കണ്ണാ. അപ്പൊ അവൻ അഡ്മിറ്റ് ആക്കി കാണോ? അല്ല അത് നമുക്ക് പറയാൻ പറ്റൂലേ, പനി കൂടെയാണെങ്കിൽ അഡ്മിറ്റ് ആക്കി കാണും. നമുക്ക് ആശുപത്രി പോയാലാ? അല്ല കണ്ണാ, അമ്പലത്തിൽ പോണക്കല്ല ആശുപത്രി പോണ, ബസ്സൊക്കെ കയറി പോണം. വാവ വരുമോ ശംഭുച്ചേട്ടാ? എനിക്ക് വാവനെ കാണണം. എടാ നീ സമാധാനപ്പെട്ടിരി, വാവ വരും. ഇപ്പൊ പോയി നമുക്ക് കാണാം. കണ്ണാ വാവയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ടമ്മ? നീ തന്നെ നോക്കിക്കോ എങ്ങനെയുണ്ടെന്ന്. അമ്പേള സ്വത്തോ. ഡോക്ടർ എങ്ങനെയുണ്ട്? കൊള്ളാം. കൊള്ളാമോ? നന്നായിരിക്കുന്നു. അല്ല അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്നല്ലേ ചിറ്റപ്പനെ വിളിച്ചു പറഞ്ഞ? എടാ അത് മരുന്ന് കൊടുത്തിട്ട് കുറഞ്ഞില്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. മരുന്ന് കൊടുത്തപ്പോഴേ അവർക്ക് കുറവുണ്ട്. അല്ല ഇതിനെവിടെ നിന്ന് കിട്ടി? അത് നാത്തു വന്നായിരുന്നു, അപ്പൊ അവിടെ കൊണ്ട് വിട്ടിട്ട് പോയത്. അല്ല അപ്പച്ചി ഇതെന്ത് ചെയ്യണം? എടാ അത് കഴുകാനുള്ള തുണി വെക്കുന്ന അവിടെ കാണാ, കൊണ്ട് വെക്ക്. ഇതല്ല അതവിടെ കൊണ്ട് വെക്ക്, ദമയന്തി കഴുകിക്കോളൂ. അല്ല എന്തിനുണ്ട് ഒരു കള്ള ലക്ഷണം? എന്ത് കള്ള ലക്ഷണം? ഒന്ന് കള്ള ലക്ഷണമൊന്നും ഇല്ല അല്ലേ അണ്ണാ? ഒട്ടുമില്ല. ഒട്ടുമില്ല. ഉണ്ട്. ഓ ഇല്ല, നീ നിന്റെ അത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞല്ലേ, കൊണ്ടുപോയി കൊണ്ടുപോയി. എന്തുകൊണ്ട് അപ്പച്ചി? ഒന്നുമില്ല മാം ചേച്ചി ചുമ്മാ അറിഞ്ഞേ. അപ്പച്ചിയുടെ കാലം എങ്ങനെയുണ്ട്? കാലം അങ്ങനെ തന്നെ ഇരിക്കുന്നു. നീ ഇവിടെ ഇരി, താഴെ വിടാതെ നോക്കണേ, എടുക്കാൻ നോക്കണ്ട കേട്ടോ. ആ ആ എടുത്താ പറയണേ, ഈ കള്ളന്മാരെടുത്താ പറയണേ കേട്ടോ. കേട്ടോ നിങ്ങൾ കേട്ടോ. നോക്കണേ, ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയി കൈയും കാലൊക്കെ കഴുകിയിട്ട് വരാം. എനിക്കിപ്പൊ സമാധാനമായ, ഇനി ആർക്കും ചോദിക്കാതെ കൊച്ചിനൊന്നും കൊടുക്കരുത് കേട്ടാ? ആ നിന്റെ അടുത്ത് ഒളിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടാ? ഞാൻ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ആമി നിന്നാണോടാ? എന്തോ പറയാനും നോക്കണേ. എന്താണ് രാവിലെ തന്നെ അടുത്ത ടെൻഷനായിട്ടുള്ള വരവാന്ന് തോന്നുന്നല്ലോ. എങ്ങനെ ടെൻഷൻ അടിക്കായിരിക്കും? വടി ഒന്നൊഴിയുമ്പോ വേറെ ഓരോ പൊല്ലാപ്പോഴും ഒന്ന് വീഴയല്ലേ. ആ കണ്ടില്ലേ? ഇതാരാ നിങ്ങക്ക് കത്തയച്ചേ? അയ്യോ കത്ത് എനിക്കാരും അയച്ചത്. ഇത് എടി വക്കീൽ നോട്ടീസ് ആണെന്ന്. വക്കീൽ നോട്ടീസോ? നിങ്ങൾ ആർക്കാ വക്കീൽ നോട്ടീസ് അയക്കാൻ പോകുന്നേ? ഞാൻ ആർക്കും അയക്കാനില്ല എടി, ഇത് മണികണ്ഠ സാറ് എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചതാ. അതായത് ഈ കേസിനോടൊപ്പം ഞാൻ അങ്ങേരെ കൂടെ നിന്നില്ലെങ്കിൽ അങ്ങേർക്ക് ഉണ്ടാവുന്ന സകല നഷ്ടങ്ങൾക്കും ഞാനിവിടെ ഉത്തരവാദിയാണെന്ന്. ചേടാ അത് കൊള്ളാലോ. ചുമ്മാ ഒരു വക്കീൽ നോട്ടീസ് അയച്ച ഉടനെ നിങ്ങൾ ഉത്തരവാദിയാവോ? എടി സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ അങ്ങേരെ മോനെ വിളിച്ച് പറഞ്ഞില്ലേ അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ. അത് അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ ദേഷ്യത്തിലാണ് എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തോ ചെയ്യാൻ നോക്കണേ. ഇത് വെറും ഒരു വക്കീൽ നോട്ടീസ് അല്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യും, വേറൊരു വക്കീലിനെ കണ്ടുപിടിച്ചിട്ട് തിരിച്ചൊരു മറുപടി അങ്ങ് അയക്ക്. അയ്യോ അതെങ്ങനെ ശരിയാവും? അപ്പൊ പിന്നെ ആ വക്കീലിന്റെ അടുത്ത് ഞാൻ ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വരില്ലേ? നിങ്ങൾക്ക് പണ്ട് കൊടിവീശിലായിരുന്നു പണി നിങ്ങൾ പറയായിരുന്നാ പോരെ? അതൊക്കെ പറ, പിള്ളേരൊക്കെ അപ്പുറത്തുണ്ട്. അല്ലെങ്കിലും പിള്ളേരൊക്കെ അറിയാൻ പോകുന്നല്ലേ. ഓഹോ അത് ശരി. അപ്പൊ നിന്റെ മനസ്സിലിരിപ്പോ ഇതൊക്കെ തന്നെ അല്ലേ? അയ്യോ ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഞാനൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ. ഇനി അതും പറഞ്ഞ് നിങ്ങൾ വെറുതെ ടെൻഷൻ ആവണ്ട. മനുഷ്യനെ ഒരു തരത്തിലും മനസ്സമാനത്തോട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അതൊക്കെ വിട്, നിങ്ങൾക്കൊരു ചായ എടുക്കട്ടെ? ചായൊന്നും എനിക്ക് വേണ്ട, ചായ കുടിക്കാത്തില്ല. മാമൻ ഒരേ ബ്രേക്ക് എടുപ്പാണല്ലോ. വർക്കിലൊന്നും ഒരു ആത്മാർത്ഥം ഇല്ല കേട്ടോ മാമ, പഴയതുപോലെ. പറമ്പോട്ടൊന്ന് ഇറങ്ങും മാമ. നീ ചുമ്മാ പോടേ അവിടെ, ചുമ്മാ ചൊറിയാൻ വരാതെ. ഞാൻ ഒന്നാമത് ഭാഗം പിടിവിട്ടിരിക്കുക. പിടിപെട്ടിരിക്കണ എന്ത് എന്ത് പിടിവിട്ട കാര്യം എന്ത്? ഒന്നുമില്ലടാ മാമനെ ചില ടെൻഷൻസ് ഒക്കെ. എന്ത് മാമ ടെൻഷൻ? എനിക്ക് പല ടെൻഷൻ കാണോ? നീ ചോദിക്കുന്നതിന് ഞാൻ മാമന്റെ ഒരേ ഒരു മരുമോനല്ലേ, അപ്പൊ മാമൻ ടെൻഷനൊക്കെ ഞാൻ അറിയണ്ടേ? ഇടേ മരുമോനെ, നീ വിചാരിച്ചാലെന്ത് എന്റെ ടെൻഷൻ പരിഹരിക്കാൻ പറ്റിയൊന്നുമില്ല കേട്ടാ. നീ പോ ചുമ്മാ. മാമ എന്ത് കാര്യമെന്ന് പറഞ്ഞാലേ ഇടപെടാൻ പറ്റൂലെന്ന് അറിയാൻ പറ്റും. മാമൻ ടെൻഷൻ എന്താണെന്ന് എന്റെ അടുത്ത് പറ. എന്റെ ടെൻഷൻ ഒന്നും നീ എന്ന് വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റില്ല. നീ ചുമ്മാ ഒന്ന് പോയാണ് വെറുതെ മനുഷ്യനും. എന്റെ പൊന്നു മാമ, മാമൻ ടെൻഷൻ എന്തോന്ന് എന്റെ അടുത്ത് പറ. എന്നാലേ ഇടപെടാൻ പറ്റൂല എന്നൊക്കെ നമുക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റുള്ളൂ അല്ലേ പച്ചി? അപ്പച്ചി പറ പച്ചി, മാമന്റെ പ്രശ്നം തോന്നുന്നു. അതും എടാ പെൻഷന്റെ പ്രശ്നം. പെൻഷൻ? അപ്പൊ മാമൻ ടെൻഷൻ അല്ല പെൻഷൻ അടേ, എനിക്ക് കുറെ അരിയസ് ഒക്കെ കിട്ടണ്ട, അത് വാങ്ങിച്ചെടുക്കുന്ന കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതാ. കുറെ അരി കിട്ടാറുണ്ട്. ഓ
ആ ഒരു മാമനാ? ഓ മാമന് വാങ്ങിക്കാറുണ്ട് അരിയർ? ഓടെ എനിക്ക് കിട്ടാനുള്ള അരിയസ് മാമൻ ഇങ്ങോട്ട് കിട്ടാവുള്ളോ? അതല്ലേ പറഞ്ഞത്, മനസ്സിലായില്ലേ നിനക്ക് ഞാൻ പറഞ്ഞത്? മനസ്സിലായി. എന്തായാലും എന്റെ അത്ഭുതം കൊണ്ട് ഞാൻ ചോദിച്ചത്. മാമൻ ഈ പെൻഷൻ തന്നെ ഒരു അധികമാണ്, അതിന്റെ മോളിൽ കൂടെ അരിയസ് അല്ല പച്ചി. പെൻഷൻ തന്നെ മാമ ഇവിടെ ചെലവാക്കണ്ട, എല്ലാം പെട്ടിക്കകത്ത് കൊണ്ട് വെക്കാനാണ് പോണേ. ഇനി അരിയറും കൂടെ വെക്കാനുള്ള പെട്ടിയിൽ സ്ഥലം ഉണ്ടാവാ. ഡേയ് ഡേയ്, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു നേരത്തെ എന്നെ ചൊറിയാൻ വരല്ലേന്ന്. എന്താ നിനക്ക്? അല്ല അപ്പച്ചി പറ പച്ചി, ഞാൻ ചൊറിയാൻ പറഞ്ഞാണ്. മാമ ഇവിടെ എന്തെങ്കിലും കാര്യത്തിന് പൈസ ചെലവാക്കും. അപ്പൊ ഈ മാമൻ ഈ കുന്നാതെ ഈ കിട്ടുന്ന പെൻഷൻ എല്ലാം കൂടെ പൂട്ടി പൂട്ടി വെച്ചാൽ പെട്ടി ഇപ്പൊ പൊട്ടാറായി. അതിന്റെ കൂടെ അരിയറും കൂടെ. അതെ, കൊള്ളാം. അത് ഒന്നും വേണ്ട. മാമനോ ഗുണമില്ല, നമുക്കും ഗുണം. ഡേയ് കൊള്ളാം. നീ തന്നെ ഇങ്ങനെ പറയണം കേട്ടാ. നിന്റെ ഭാര്യ ഉണ്ടല്ല, നിന്റെ കിളി, അവൾ ആശുപത്രി പ്രസവിക്കാൻ കിടന്നല്ല, പ്രസവിച്ചല്ല, കൊച്ചു വന്നല്ല, നീ കണ്ടാ? ആര് ചെലവാക്കി? അവര് എല്ലാരും കൂടെ. ആര് പൈസ കൊടുത്ത് ബില്ലൊക്കെ അടച്ചത്? ആര്? എല്ലാരും ചെലവാക്കി. നീ ചുമ്മാ അവിടെ അല്ല, അവരുടെ അടുത്ത് പറയണമല്ല. ആര് കൊടുത്തു? അല്ല എല്ലാരും കൊടുത്തു. എടാ നീ എന്തിനു ചെയ്തടേ? നീ അവളെ ഭർത്താവല്ലേ? നീ വേഷം കെട്ടി നിൽക്കുന്നതല്ലേ ഉള്ളു. നീ എന്തിനു ചെയ്ത്? എടാ മനുഷ്യനായാലേ കുറച്ചൊക്കെ അന്തസ്സോടെ അന്തസ്. എന്നിട്ട് അവൻ ഒരു ഉളുപ്പില്ല വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ശിവ, നീ അങ്ങനെ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട കേട്ടോ. മാമൻ എന്തോ ടെൻഷന്റെ പുറത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചതാ. നീ അതങ്ങ് വിട്ടേക്ക്. വരണ്ടായിരുന്നു. എടാ ഞാൻ എപ്പോഴും ഒന്നും ചോദിക്കാറില്ലല്ലോ. ഇത് അത്യാവശ്യമാണത്. ഒരു മാസത്തേക്ക് മതി, ഒരു മാസത്തിനകത്ത് അങ്ങ് തന്നേക്കാം. ഒരു മാസത്തിന്റെ. ശരി വേണ്ട. അല്ല കുഴപ്പമില്ല. അത് ഞാൻ വേറെ ചെയ്തോളാം. ഒരുത്തനെ ഒരാവശ്യത്തിന് വിളിച്ചു. അല്ലെങ്കിൽ നമ്മളൊരാവശ്യത്തിന് വിളിച്ചവനൊന്നും ഫോൺ കൊടുക്കൂല, കിട്ടേയില്ല. മോൻ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? ചേച്ചി വന്നായിരുന്നോ? 2 ദിവസം കാണാനില്ലായിരുന്നല്ലോ. അതേ, ഞാൻ വീട്ടിൽ വരെ ഒന്ന് പോയായിരുന്നു, കുറച്ച് ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു, അതാ. അപ്പൊ പണി നടക്കട്ടെ. അവിടെ നിക്കേ, അവിടെ നിന്നേ, എനിക്ക് ചില കാര്യം പറയാനുണ്ട്. ചേച്ചി പറ. അതെ, ആ കുഞ്ഞുണ്ണി സാർ മോനോട് പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയൊക്കെ പറയാവോ? മാമൻ പറഞ്ഞ ചേച്ചി എങ്ങനെയാട്ട്? എനിക്ക് ദൈവം 2 ചെവി തന്നിട്ടില്ലയോ? 2.5 കിലോമീറ്റർ ഉള്ളതും ഞാൻ കേൾക്കും. പിന്നെ അങ്ങേര് പതുക്കെയൊന്നും അല്ലേ പറഞ്ഞേ, ഈ നാട്ടുകാർ മൊത്തം കേട്ടു. കണ്ടേ, ഇങ്ങോട്ട് നോക്കിയാ മോനെ, നമ്മുടെയൊക്കെ നാട്ടില് ഇങ്ങനെയാന്നോ മരുമക്കളോട് പെരുമാറുന്നേ? പൊന്നെ പൊടിയെ ദൈവത്തിനെ പോലെയല്ലയോ അവരെ കാണുന്നേ? ഇതങ്ങനെയാന്നോ? ഒരു അഹങ്കാരം പിടിച്ച ജന്തുക്കളായെല്ലാം. ചേച്ചി ഏതായാലും അമ്മയെ വിളിച്ചതൊന്നും പറയാൻ നിൽക്കണ്ടല്ലോ. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ, പക്ഷെ ചേച്ചി അറിഞ്ഞോളും. അമ്മ എങ്ങനെ അറിയേ? എന്റെ മോനെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഓരോരുത്തരെയും പറ്റി സ്പെഷ്യൽ ക്ലാസ് എടുത്ത എന്നെ ഇങ്ങോട്ട് വിട്ടത് അറിയാവോ? കൊള്ളാം. അമ്മ എന്തായാലും 2 കൽപ്പിച്ചു തന്നെ. അത് തന്നെ. എന്റെ മോനെ, ആ പശ്മള ചേച്ചിയുടെ നിലയും വിലയും ഒക്കെ വെച്ച് നോക്കുമ്പം ഇങ്ങനാന്നോ പെരുമാറേണ്ടി? അവരൊക്കെ എന്തുവാ, എല്ലാത്തിനും ഭയങ്കര അഹങ്കാരവാ. സത്യം, എല്ലാത്തിന്റെ അഹങ്കാരം കണ്ടാലുണ്ടല്ലോ. അത് ചേച്ചി ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, ഇവരെയൊക്കെ പെരുമാറി സംസാരിച്ചൊക്കെ തുടങ്ങണല്ലേ, അതുകൊണ്ടാണ്. അല്ലാതെ പരിചയമില്ല. അവര് അങ്ങനെ ഭയങ്കര പ്രശ്നമൊന്നുമില്ല, അവര് പാവം തന്നെ. മോനൊരു പഞ്ചപാവായോണ്ടല്ലയോ ഇങ്ങനൊക്കെ തോന്നുന്നേ? ആ പശ്മള ചേച്ചി ഇങ്ങനെ നേരെ വാ നേരെ പോ. നിങ്ങൾ അമ്മയും മോനും വെറും പഞ്ചപാവങ്ങളാ. വേണ്ടേ, ശകലം സ്ഥലം കൊടുത്ത ഒരു തലേ കയറി ഇരിക്കും, അറിയാ? ഓട്ടത്തിന്റെ കൂട്ടാ. ചേച്ചിയുടെ കണ്ണിൽ ഇവിടെ ആരാണ് വലിയ പ്രശ്നക്കാരെ? അതിപ്പോ ചോദിച്ചാ ഈ വിഷം തന്നേച്ച് ഇതിലേതിനാ കൂടുതൽ ദോഷം എന്ന് ചോദിക്കുന്ന എന്റെ കൂട്ടാ. എല്ലാം കണക്കാ. മോനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുക, പശ്മള ചേച്ചിയും മോനും എനിക്ക് ദൈവത്തെ പോലല്ലയോ, അതുകൊണ്ട് പറഞ്ഞതാ. സൂക്ഷിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിൽ വെച്ചേക്കണം, ആരോടും പറയണ്ട. ശരി. നോക്ക് നീ എന്ത് വിഷമിച്ചിരിക്കുന്നേന്ന്?
മറ്റേ കാര്യം അമ്മയടുത്ത് പറഞ്ഞു കൊടുക്കല്ലേ അമ്മ ചേച്ചി? മറ്റേ കാര്യോ? ഞാൻ നേരത്തെ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ? ഓ, ഐസ്ക്രീമിന്റെ കാര്യം. അത് നീ അപ്പച്ചിയോട് പറഞ്ഞില്ലേ? നീ എന്തിനു പേടിക്കുന്നേ? ഇപ്പൊ വാവയുടെ പനിയൊക്കെ കുറവുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? പറഞ്ഞൂടെ? എന്നാലും വഴക്കും അറിയൂലേ? വഴക്കൊന്നും പറയത്തില്ല, നമുക്ക് പറയാം, പേടിക്കണ്ട. വേണ്ട, എന്നെ വഴക്കും അറിയും. ഇല്ലെന്ന്. ഇപ്പൊ വാവ കണ്ടോ, സൂപ്പർ ആയില്ലേ? ഒരു കുഴപ്പമില്ല വാവയ്ക്ക്. അപ്പൊ പറയാം, വഴക്കൊന്നും പറയത്തില്ല അല്ലേ? എന്താണ് ചേച്ചി അനിയനും കൂടെ ഒരു രഹസ്യം പറച്ചില്? അതെന്തെന്നറിയോ അപ്പച്ചി? വാവയ്ക്ക് പനിയായിരുന്നല്ലോ. ആ, ഇനിയായിരുന്നു. ആ, ഈ കണ്ണനില്ലേ, വാവയ്ക്ക് ഇത്തിരി ഐസ്ക്രീം കൊടുത്തായിരുന്നു. ഐസ്ക്രീമോ? അത് പിന്നെ അമ്മ വാവ കരഞ്ഞ്. അപ്പൊ ഞാൻ വിശന്നിട്ടാണെന്ന് വെച്ചേ ഇത്ര എടുത്ത് വായിക്കാത്ത വെച്ചു കൊടുത്തു. വാവ കരഞ്ഞ നീ അപ്പൊ എന്നെ വിളിക്കണമായിരുന്നു, ഉടനെ എടുത്ത് ഐസ്ക്രീം കൊടുക്കുവാണോ ചെയ്യുന്നേ? അപ്പച്ചി അവന് വഴക്ക് പറയല്ലേ. അവൻ ഇത് അറിഞ്ഞപ്പോ തൊട്ടേ വിഷമിച്ചിരിക്കാന്നാ ചേട്ടൻ പറഞ്ഞത്. പാവമില്ലേ, കുട്ടികളാ. ആണ് കണ്ണാ, ഐസ്ക്രീം എന്ന് പറയുന്നത് നമ്മളൊക്കെ കഴിക്കുന്നതാ. കുഞ്ഞു അവയ്ക്ക് കൊടുക്കത്തില്ല. അത് ഏത് കുഞ്ഞു അവയാണേലും കൊടുക്കരുത് കേട്ടോ. പാല് മാത്രമേ കുടിക്കത്തുള്ളൂ ഈ പ്രായത്തില്. ഇനി ചെയ്യരുത്. ഞാൻ അങ്ങനെ ചെയ്യൂല. ആ, ഇനി വിഷമിക്കണ്ടെന്ന് ചിരിച്ചോ. കുഴപ്പമില്ല, പനിയൊക്കെ എന്തായാലും മാറിയല്ലോ. ഇപ്പൊ സമാധാനമായില്ലേ? എന്താ അവിടെ ശിവമാമനെ അപ്സെറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഞാൻ എന്നിട്ട് ആ മനുഷ്യനെ ഈ വീട് മൊത്തം തപ്പിയിട്ട് കണ്ടില്ലല്ലോ. അവിടെ ഉണ്ട്. മാമ ഫോണും കൊണ്ട് പുറത്തോട്ട് പോകുന്ന ഞാൻ കണ്ടു. പുറത്തോട്ട് പോന്നോ? ഓ, എന്താടാ കാര്യം? ആ ലണ്ടനിൽ നിന്ന് അമ്മായി വിളിച്ചായിരുന്നു, ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാ ഞാൻ തപ്പയാ. നീ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടും അതിന്റെ ഇടയ്ക്ക് ഇരിക്കുന്നത് ഒന്ന് നോക്കിക്കോണം. അവിടെ ഇരുന്നു. വരാമേ, പോവല്ലേ? ഇല്ല ഇല്ല ഇല്ല, ആവി ശല്യപ്പെടുത്തുന്ന ഇവർ രണ്ടുപേരും. ഈ ശമ്പുചേട്ടനോടൊന്നും പോവാ പല വാവേ. ശമ്പുചേട്ടൻ ഇങ്ങനെയല്ലേ? ഇപ്പോഴേ ചവിട്ടുന്നുണ്ട്, വലുതായിട്ട് നിനക്കുന്നതായിരിക്കും. നിങ്ങളെന്താ ഇവിടെ വന്നിരിക്കുന്നേ? ശിവേട്ടൻ അമ്മായി കൊറേ നേരം കൊണ്ട് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കിട്ടാഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു. എന്ത് ഫോൺ എടുക്കാത്തെ? ഞാൻ പിന്നെ എപ്പോഴും സൗകര്യമുള്ളപ്പോ വിളിക്കുക എന്നേ ചെയ്യാം. ചേടാ, ഇതിപ്പോ എന്തിനാ എന്നോട് ചൂടാവുന്നേ? അച്ഛൻ ചുമ്മാ ഓരോന്ന് പറഞ്ഞത് ഇതുവരെ വിട്ടില്ലേ? ചുമ്മാ ഓരോന്ന് പറഞ്ഞതാ? ഇങ്ങനെ ചുമ്മാ പറയണത്? എന്റെ ശിവേട്ട, അതെന്തെങ്കിലും വിചാരിച്ചിട്ടൊന്നും പറഞ്ഞൊന്നും ആയിരിക്കത്തില്ല. അച്ഛൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. അല്ല, ഒന്നും വിചാരിച്ചു പറഞ്ഞല്ല. ആ സുമേഷ് ഇറങ്ങനെ കാണാൻ അപ്പുറമായിട്ടാണ് ഇപ്പൊ എന്നെ കാണുന്നത് നിന്റെ അച്ഛൻ. ചുമ്മാ എഴുതാപ്പുറം വായിക്കരുത് കേട്ടോ. ഒരു എഴുതാപ്പുറം വായിച്ചതൊന്നും അല്ല. ഒരാള് ടെൻഷൻ അടിച്ചിരിക്കണല്ലോ, എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാമല്ലോ എന്നൊരു മനുഷ്യത്വത്തിന്റെ പേരിൽ ഞാൻ ഒന്ന് ചെന്ന് സംസാരിച്ചു. അതിന് എന്റെ മുഖത്തടിച്ചല്ലോ എന്തെല്ലാം വിളിച്ച് പറയണം? എന്തിനിത്ര ഉച്ചത്തിൽ പറയുന്ന? അപ്പുറത്തപ്പുറത്തെ ആൾക്കാരില്ലേ? അപ്പുറത്തപ്പുറത്തെ ആൾക്കാരെ കേട്ടാ മോശം തന്നെ അല്ലേ? ഞാൻ ഒറ്റയ്ക്ക് കേട്ടാ കുഴപ്പമില്ലല്ലോ. ഷോ, അച്ഛൻ ഇന്നേ വരെ ശിവേട്ടനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അത് അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞായിരിക്കും. അതങ്ങ് വിട്ടേക്ക്. അങ്ങനെ വിടാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇവിടെ പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഞാൻ നോക്കിയോ, ഞാൻ പൈസ ഒപ്പിച്ച് ഞാൻ കൊടുക്കും. എന്റെ പൊന്ന് ശിവേട്ട, നിങ്ങൾ ഇടയിൽ കിടന്ന് മൊത്തം ഞാൻ കൊടുക്കും. നിങ്ങളെ വെറുതെ ഈ ചെറിയ കാര്യം ഊതി പെരുപ്പിച്ച് വലുതാക്കണ്ട. നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നത് ഞാനാ. അയ്യോ, നീ ശ്വാസം മുട്ടണ്ട, ആവശ്യത്തിനുള്ളത് ഞാൻ മുട്ടുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ പൈസ തിരിച്ചു കൊടുക്കണം, അത്രയല്ലേ ഉള്ളു പ്രശ്നം. എന്റെ 2 വളയോ മാലയോ എന്താന്ന് വെച്ചാൽ തരാം, അത് കൊണ്ടുപോയി വിറ്റിട്ട് പൈസ കൊടുക്ക്, തീർന്നില്ലേ? അയ്യോ, അത് വേണ്ട. നിന്റെ സ്വർണം പണയം വെച്ച് വേണം അതിന്റെ കണക്കും കൂടെ ഇനി അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ. എന്റെ പൊന്നെ, ഇതിപ്പോ അമ്പനും ഇല്ലത്തിനും അടക്കത്തിൽ. ഞാൻ എല്ലാം അമ്പനും ഇല്ല അടക്കും. ഞാൻ എങ്ങനെ കൊടുത്തോളാം? എന്റെ കുറച്ച് പൈസ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ എന്റെ അമ്മയുടെ ഞാൻ ചോദിച്ചോളാം. ഓ, അപ്പൊ അമ്മായിനോടും പറഞ്ഞു, അതാണ് ഈ കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഞാൻ പറയും. എന്റെ ശിവേട്ട, നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? ഇതിപ്പോ ചെറിയൊരു സൗന്ദര്യ പണക്കാണ്. ഇനി വെറുതെ അവിടെ പറഞ്ഞ് ഇത് കുടുംബ പ്രശ്നമാക്കി മാറ്റണോ? അതാണ് ഞാൻ ഇവിടെ എത്ര നാളം കിട്ടാൻ നിനക്കത് ചെറിയൊരു പ്രശ്നമാണ്. വേറെ ആരെങ്കിലും പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാവും. എന്നെ എന്ത് വേണമെങ്കിൽ പറയാം, കുഴപ്പമില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയല്ലേ. നിങ്ങളെ പറഞ്ഞിട്ട് എപ്പോഴാണ് ഞാൻ കേട്ടോണ്ടിരുന്നിട്ടുള്ളത്? ഇതിപ്പോ ചുമ്മാ അച്ഛനുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അപ്പൊ നീ വേണത് എപ്പോഴും പറഞ്ഞ ഇതിനൊരു കുഴപ്പമില്ല ഇങ്ങനെ പറഞ്ഞു. കുഴപ്പമില്ല നല്ലല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞ അതൊന്നും മനസ്സിലാക്കാനല്ലേ ശിവേട്ടൻ നല്ല ഇളയത്. അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ ഈ പ്രായത്തില്? ഞാൻ ഭർത്താവ് അവൻ ചുമ്മാ ഇരിക്കണമെന്നല്ലേ? ഞാൻ ഇവിടെ താമസിക്കണം, ഞാൻ വലിഞ്ഞേറി വന്നുള്ള രീതിയിലല്ലേ ഇപ്പൊ സംസാരിച്ചത്.
ഞാൻ തൊടി നിങ്ങളെ കടിമി. ശിവേട്ട അങ്ങനെ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് എന്റെ അച്ഛൻ പറഞ്ഞത്. ചുമ്മാ ഓവർ തിങ്ക് ചെയ്ത് ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ട് വരല്ലേ. നമ്മളെന്ന് പറയുമ്പോ ഓവർ തിങ്കിങ്, അവരൊക്കെ പറയുമ്പോഴത്തേക്ക് കളിക്ക് പറഞ്ഞു. അതോളൂ ആ ന്യായം. എന്താന്ന് വെച്ചാ ചെയ്തോ, ഞാൻ ഇന്റെ ഇടയിൽ ഇടപെടാൻ വരുന്നില്ല. തീർന്നില്ലേ? 3-4 കിലോമീറ്റർ മലമുകളിലേക്ക് വേണം. ഇവിടെ വന്നിരിക്കാൻ. അതെ, നിങ്ങളുടെ പണിയെല്ലാം തീർന്നായിരുന്നോ? ദമയന്തി, പണിയെല്ലാം തീർന്നായിരുന്നോന്നാ? ഓ, ഇത് വായിച്ചോണ്ടിരുന്നോണ്ട് കേട്ടില്ല. കേക്കുമല്ലോ, കണ്ണും കാതും മുഴുവൻ ഈ മാസികയിലല്ലേ? അത് ഏമാർക്ക് ഇച്ചിരി വലിയ അക്ഷരത്തിൽ അത് അടിച്ചു വെച്ചാ ഇത്രയും പാടുണ്ടോ വായിക്കാന്? ആ, അത് വായിച്ചിട്ട് എന്തിനാ വല്ല പരീക്ഷ എഴുതാൻ പോകുന്ന? ചേച്ചി എന്നെ മോനെ വെച്ച് വർത്താനം പറയുന്നേ. നീ ഈ വീട്ടിലെ കാര്യങ്ങൾ വല്ലോ ആ പശുമളത്തിനോട് വിളിച്ച് പറഞ്ഞായിരുന്നോ? ഞാനങ്ങും പറഞ്ഞില്ല. എന്താ പറയാനാ? ദമയന്തി, കള്ളം പറയരുത്. കൊച്ചിനെ നോക്കാൻ വരുന്നയാൾ കൊച്ചിനെ നോക്കിയാ പോരെ, എന്തിനാ ഈ വീട്ടിലെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നേ? ഞാനൊരു വീട്ടിൽ ചെന്ന ആ വീട്ടിലെ സുഖവും ദുഃഖവും ഒക്കെ അതിൽ പങ്കെടുത്ത എന്റെ ശീലം. ഈ വീട്ടിലൊരു പ്രശ്നം വരുമ്പോ ഞാൻ അതിലിടപെട്ടു. അതിനിപ്പോ എന്നാ? ഈ വീട്ടിലെ പ്രശ്നത്തിൽ നിങ്ങൾ അങ്ങനെ ഇടപെടണ്ട. ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇടപെടാൻ. ഞങ്ങൾ തീർത്തോളാം പ്രശ്നങ്ങളൊക്കെ. അയ്യോ, അത് കൊള്ളാവല്ലോ. നീ എന്താ ഈ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി പശുമളത്തിനോട് വിളിച്ച് പറഞ്ഞേ? ഞാനെന്താ പറയാനാ? ഞാനൊന്നും പറഞ്ഞില്ലേ. ആഹാ, പിള്ളേർക്ക് അച്ഛനെ പറ്റി നിങ്ങളൊന്നും പറഞ്ഞില്ല? ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഒരു കാര്യം, അദ്ദേഹം വലിയ വിമാനം പറത്തിയ ആളാ, വലിയ സർവീസിലിരുന്ന ആളാന്നൊക്കെ പറയുന്ന കേട്ടു. പക്ഷെ വർത്താനം പറയുമ്പോ ഒരു മര്യാദ വേണോ? അങ്ങേര് എന്ത് മര്യാദയാടാ നിങ്ങളോട് പറഞ്ഞേ? ആ സാർ എന്റെ മുഖത്ത് നോക്കി വിളിക്കുക തള്ളേന്ന്. അങ്ങോട്ട് മാറി നിൽക്കി തള്ളേന്ന്. അങ്ങനെ പറഞ്ഞാ കൊള്ളാവോ? അതാണോ ഇത്ര വലിയ കാര്യം? അതെ, ഈ വീട്ടിലുള്ള കാര്യങ്ങളിൽ ഒന്നും നിങ്ങൾ ഇടപെടാൻ നിൽക്കണ്ട. കുഞ്ഞിനെ നോക്കാൻ വന്ന കുഞ്ഞിനെ നോക്കിയിട്ട് അങ്ങ് പോയാ മതി. മനസ്സിലായല്ലോ? ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ ആളുകളെ തമ്മി ഭയങ്കര വേർതിരിവാ. എന്തോന്ന് വേർതിരിവ്? അല്ലെങ്കിലേ ആ ശിവമോന്റെ അടുത്ത് പ്രസവത്തിന് ചെലവാക്കിയ കാശൊക്കെ തിരിച്ചു കൊടുക്കാൻ ആരേലും പറയുമോ? എന്നാ നാണക്കേടാ ഇത്. നിങ്ങൾ അതും ഒളിഞ്ഞൊന്ന് കേട്ടോ. എന്നിട്ട് ആ പശുമളത്തിനടുത്ത് ചെന്നെല്ലാം വിളമ്പി കാണും അല്ലേ? അയ്യോ, ഞാനെങ്ങും ഒന്നും പറഞ്ഞില്ല. എനിക്ക് ആ സ്വഭാവം ഇല്ല. അവിടുത്തെ ഇവിടെ പറയുക, ഇവിടുത്തെ അവിടെ പറയുക. ഞാൻ ഉള്ളത് മുഖത്ത് നോക്കി പറയും. അമ്മ, നീ എന്താണ് ഇങ്ങനെ മസിൽ പിടിച്ച് നടക്കുന്നേ? അമ്മ, അച്ഛനത് എന്തിന്റെ ആവശ്യത്തിനായിരുന്നു ശിവേട്ടനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയേ? എങ്ങനുണ്ട്? ഞാൻ പറഞ്ഞത് ശരിയല്ലയോ? ദേ, നിങ്ങളോട് ഞാൻ പറഞ്ഞു വീട്ടുകാര്യത്തിലൊന്നും ഇടപെടണ്ടാന്ന്. ഒന്ന് കേറി അകത്തോട്ട് പോവോ? ഓ, ഞാൻ പറഞ്ഞതാ. എടി പിങ്കി, അച്ഛന് എന്തോ ടെൻഷനിലായിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാ, അല്ലാതെ ഒന്നും വിചാരിച്ചോണ്ട് പറഞ്ഞല്ലടി. എന്തായാലും ശിവേട്ടൻ ഇത് നല്ല ഇൻസൾട്ട് ആയിട്ടുണ്ട്. ഇനി ഇപ്പൊ വാങ്ങിച്ച പൈസ മൊത്തം തിരിച്ചു കൊടുത്ത് അടങ്ങുള്ളതും പറഞ്ഞിരിക്കും ആ മനുഷ്യൻ. അവനത് എന്തൊരു സ്വഭാവമാടി. എന്തിനാ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പെരുപ്പിക്കുന്നവൻ? അതാണ് കുടുംബത്തിൽ പറഞ്ഞവരുടെ സ്വഭാവം. അങ്ങനെ പറയത്തുള്ളൂ. ദേ, നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇവിടുത്തെ കാര്യത്തിലൊന്നും ഇടപെടരുതെന്ന്. ഒന്ന് പോകാൻ ഓടുന്ന സ്വസ്ഥത നശിപ്പിക്കാനായിട്ട്. അല്ലേ, ഞാൻ പറയുന്നതാ കുറ്റം. ഇത് പിങ്കി, ഈ സാധനത്തിനെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം. എന്തൊരു ശല്യമാടി ഇത്. എന്റെ അമ്മ, അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ആദ്യം ശിവേട്ടന്റെ അച്ഛന്റെ ഇടയിലുള്ള പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്ക്. ഇതിന്റെ ഇടയിൽ കിടന്ന് എന്റെ ജീവിതം കുട്ടിച്ചോറാവുന്നത്. മോൻ തുറന്നു നോക്കണോ? അല്ല, ഈ പൈങ്കിളിയുടെ പ്രസവത്തിന് ചിലവാക്കിയ കാശാണ്. പൈസയാ? ഓ, ലളിതേ, ലളിതേ, ആ വരുന്നു. നീ ഇത് കണ്ട? ശിവ കൊണ്ടുവച്ച കാശാ. പൈങ്കിളിയുടെ പ്രസവത്തിന് ഞാൻ ചെലവാക്കിയ കാശാണ് പോലും. എന്തുവാടാ ശിവ ഇത്? നിന്നോട് ഇവിടെ ആരെങ്കിലും ഇപ്പൊ കാശ് ചോദിച്ചായിരുന്നോ? എന്റെ അടുത്ത് കാശൊന്നും ചോദിച്ചില്ല അപ്പച്ചി. വെറുതെ കണക്ക് പറയിപ്പിക്കുന്നതിന് എന്നെക്കാളും മുമ്പേ കൊടുത്തേക്കാന്ന് വിചാരിച്ചു. എന്റെ പൊന്നു മരുമോനെ, ഞാനൊരു 100,000 പ്രശ്നത്തിൽ ഇവിടെ പെട്ട് കിടക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ നീ കൂടെ ഇങ്ങനെ തുടങ്ങല്ലടാ. മാമന്റെ 100,000 പ്രശ്നങ്ങൾ ഒരു പ്രശ്നം ഞാൻ ആവണ്ടെന്ന് വിചാരിച്ച് ഞാൻ കാശ് തിരിച്ചു തന്നേ ഉള്ളൂ. ശിവ, നീ മനുഷ്യനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ഈ കാശ് അകത്തോണ്ട് വെച്ചേ. അല്ല പച്ചി, അത് ഞാൻ മാമന് കൊടുത്താണ്. അത് ഞാൻ കൊടുക്കേണ്ട ഒരു ഭർത്താവിന്റെ കടമയാണ്. അത് മാമന്റെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ തന്നെ ഈ ഭാര്യ വീട്ടിൽ കയറി താമസിക്കുന്ന ചീത്തപ്പേര് എനിക്കുണ്ട്. എടാ മക്കളെ, എടാ ഞാൻ നിന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ടാ ഞാൻ അങ്ങ് വിട്ടുകളാ.
എടാ അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്റെ മോനെ പോലെ അല്ലടാ കാണുന്നേ. മാമന് മക്കളും മരുമക്കളും എന്നുള്ള വേറെ ഒന്നും ഇല്ലെന്നാണ് മാമ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ കണക്ക് നമ്മളെ ഇടയിൽ വന്നപ്പോഴാണ് മാമ ഞാൻ മനസ്സിലാക്കി. ഡേയ് നീ കൂടുതൽ വർത്താനം പറയാതെ ഈ പൈസ കൊണ്ടുവച്ചാണ്. ഇല്ല മാമ, മാമ ഇത് വാങ്ങിക്കണം. എന്നിട്ട് മാമ ആ ഭയങ്കര കണക്കങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. അമ്മ നമ്മളമ്മ ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ആയിരിക്കും മാമ. നാളെ അങ്ങനെ തന്നെ ആയിരിക്കും. ഈ കാശിന്റെ കാര്യം മാത്രമേ ഉള്ളൂ മാമ.